നമ്മൾ പുതുതായിട്ടൊരു വീട് ചെയ്യുന്ന സമയത്ത് പ്രായമായവർക്ക് അല്ലെങ്കിൽ വയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂമെങ്കിലും അതിൻ്റെ സ്പെക്കിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാത്റൂം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ടുള്ളത് ഡോറാണ്. ഡോറിൻ്റെ വിഡ്ത്ത് മിനിമം ഒരു 90 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും വിഡ്ത്ത് ഡോറിന് ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വീൽ ചെയർ പോലത്തെ കാര്യങ്ങളുടെ ആക്സസിന് വേണ്ടിയിട്ട് അത് വളരെയധികം സഹായകരമാകും. തന്നെയല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ബാത്റൂം പ്രായമായവർക്ക് ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോറ് അകത്തേക്ക് തുറക്കാതെ പുറത്തേക്ക് തുറക്കുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം അകത്തൊരാൾ വീണ് പോവുകയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് ഈ ഡോർ തള്ളി തുറക്കുന്നത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതേസമയം പുറത്തോട്ട് തുറക്കുക എന്ന് പറയുന്നത് അകത്ത് വീണ് കിടക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് തുറന്ന് ആളെ എടുക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് ബാത്റൂമിൻ്റെ സൈസ് മിനിമം ഒരു 165 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും വീതി ബാത്റൂമിന് ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 270 ഒക്കെ ലെങ്തും ഈ ബാത്റൂമിനുള്ളത് വളരെയധികം നന്നായിരിക്കും. 165 താഴോട്ട് ബാത്റൂമിൻ്റെ വിട്ട് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വീൽ ചെയർ അല്ലെ വാക്കർ പോലത്തെ കാര്യങ്ങൾ വഴി ബാത്റൂമിലേക്ക് കയറുമ്പോൾ അത് സൈഡിൽ തട്ടാനും മുട്ടാനും അതുപോലെ ഈസി ആയിട്ട് അത് അതിൻ്റെ അകത്തോടെ കൊണ്ടുപോകാനൊക്കെ ഉള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പം 165 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും മിനിമം വിട്ട് ബാത്റൂമിന് ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഗ്രാബ് ഹാൻഡിൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമുക്ക് പിടിച്ച് എഴുന്നേൽക്കാനും പിടിച്ചിരിക്കാനും സഹായകരമാകുന്ന ഹാൻഡിൽസ് വാട്ടർ ക്ലോസറ്റിൻ്റെ സൈഡിലും അതുപോലെ ബാത്ത് ഏരിയയിലും ഒക്കെ സൈഡിൽ വാളിൽ കൊടുക്കുന്നത് ഈ പ്രായമായവർക്കും അതുപോലെ തന്നെ വയ്യാത്ത ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോറുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, അതായത് ഏത് റൂമിൽ നിന്നാണ് ബാത്റൂമിലേക്ക് കയറുന്നത് ഈ രണ്ട് ഫ്ലോറുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഒരു പരിധിയിലധികം ഉണ്ടാകുന്നത് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. തന്നെയല്ല ഈ ഫ്ലോറുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പടിയായിട്ട് കൊടുക്കാതെ പകരം ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു റാമ്പ് പോലെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ ചെയർ പോലത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അലാം സ്വിച്ചുകൾ കൊടുക്കുക. അതായത് അകത്തൊരാൾ വീഴുവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇത് വലിക്കാവുന്ന രീതിക്കുള്ള അലാം സ്വിച്ചുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരം അലാം സ്വിച്ചുകൾ കൊടുക്കുന്നത് അകത്തുള്ള ഒരാൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുള്ളവരെ അറിയിക്കാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പ്രായമായവർക്ക് ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പകരം ഷവർ കർട്ടൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരാൾ വീണ് ഗ്ലാസ് മുറിഞ്ഞ് ഉണ്ടാകുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും.